കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവകിയമ്മ ഉണ്ണിമോളും ഗിരിദേവനും ബാവരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ദേവകിയമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഉണ്ണിമോളോട് പറഞ്ഞു, അതെ ഇനി ഉണ്ണിമോള് ദേവകിയമ്മേനെ സ്വന്തം മുത്തശ്ശിയായിട്ട് കണ്ടാൽ മതി. ദേവകിയമ്മയുടെ വിഷമങ്ങളൊക്കെ ആ കണ്ണീരൊപ്പേണ്ട കടമ ഉണ്ണിമോൾക്കുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു, ഇനി മുത്തശ്ശി സങ്കടപ്പെടണ്ട കേട്ടോ, ഇനി മുത്തശ്ശിയുടെ കൊച്ചുമോള് ഞാനായിരിക്കും എന്ന് പറഞ്ഞ് ദേവയമ്മയുടെ കണ്ണീരൊക്കെ ഒപ്പുവാണ്. ഈ സമയത്താണ് ലീല അങ്ങോട്ട് വരുന്നത്. ലീല നേരെ ജീവയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ജീവയുടെ അടുത്തേക്ക് വന്നിട്ട്, ജീവ വാ മോനെന്ന് പറഞ്ഞ് കയ്യെ പിടിക്കുവാണ്. ഇത് കണ്ട് ജീവ പറഞ്ഞു, എന്നെ വിടാനാ പറഞ്ഞെന്ന് പറയണം. മോനെ നിന്റെ അമ്മയെ വിളിക്കണേ, നീ ഇങ്ങോട്ട് വരാൻ പറയാണ്. അതെ, ഞാൻ നിങ്ങളുടെ മോനൊന്നുമല്ല, എന്റെ കയ്യേന്ന് വിടാൻ പറയാം. ഈ സമയം ദേവകിയം പറഞ്ഞു, നിങ്ങൾ എന്തിനാ അവനെ പിടിച്ചോണ്ട് പോണെന്ന് ചോദിക്കും. അവനെ വിടാൻ പറയാം. അതൊക്കെ പറയാൻ നിങ്ങളാരാ? ഓ, ഇത് കേട്ടതും ദേവയമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേവയമ്മ പറഞ്ഞു, അല്ല നിങ്ങൾ എന്തിനാ ബലമായിട്ട് അവനെ പിടിച്ചോണ്ട് പോണെന്ന് ചോദിക്കാം. അതെ, ഞാൻ ഇവന്റെ അമ്മയാ, ഇവനെ പിടിച്ചോണ്ട് പോകാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ആണോ, എന്നാ നിങ്ങളൊന്ന് തെളിയിക്ക. എനിക്ക് നിങ്ങളെ കണ്ട് തോന്നുന്നില്ല നിങ്ങൾ ഇവളുടെ അമ്മയാന്ന്. കാരണം ജീവിതമായിട്ട് നിങ്ങൾ അമ്മയാന്ന് പറഞ്ഞില്ലോ, പിന്നെന്തിനാ നിങ്ങൾ ബലമായിട്ട് അവനെ പിടിച്ചോണ്ട് പോണെന്ന് ചോദിക്കാം. പെട്ടെന്ന് ലീലയ്ക്ക് ഉത്തരം മുട്ടി. ലീല പറഞ്ഞു, അത് ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ പറയുന്ന എല്ലാം കള്ളത്തരമാണെന്ന് എനിക്കറിയാം. ഇതിനു മുമ്പ് നിങ്ങൾ ചതി പറഞ്ഞാലേ ഉണ്ണിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഉണ്ണിമോളെയും ഗിരിദേവനെയൊക്കെ എന്ത് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിച്ചേ? നിങ്ങളുടെ മോന്റെ ജീവന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അവരിങ്ങോട്ട് എത്തിച്ചേ. അപ്പൊ നിങ്ങളെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇത് നിങ്ങളുടെ മോനാന്നുള്ളതിന് എന്താ തെളിവിരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ലീലയൊന്ന് പതറി. അത് പിന്നെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ആദ്യം നിങ്ങൾ തെളിവുമായിട്ട് വാ, എന്നിട്ട് മോനെ പിടിച്ചോണ്ട് പോയാൽ മതി. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പം ലീല പറഞ്ഞു, അത് തെളിവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ഇതിന്റെ അച്ഛനില്ലേ, ഒരു കാര്യം ചെയ്യാം, അച്ഛനുണ്ടെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് പോവാ. നിങ്ങൾ പറഞ്ഞ എനിക്ക് വിശ്വാസമില്ല, പക്ഷെ ഇവന്റെ അച്ഛൻ വന്ന് പറയട്ടെ നിങ്ങളെ മോനാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ലീലയ്ക്ക് വിഷമായി. ലീല അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് ദേവയമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. ദേവയും പറഞ്ഞു, അയ്യോ ഞാൻ അവരോട് എന്താ പറഞ്ഞത്? അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റാണ് ഗിരിദേവ, ഒരു കാര്യം ചെയ്യുക, ഉണ്ണിമോള് പോയി അവരെയും കൂടെ വിളിച്ചോണ്ട് വരാൻ പറയാണ്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, വേണ്ട, അവരെ ഇനി തിരിച്ചു വിളിക്കണ്ടെന്ന് പറയാണ്. ഗിരിദേവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് ദേവകിയമ്മയ്ക്ക് മനസ്സിലായില്ല. അവരെ വിളിക്കണ്ട, അവര് പോയിക്കോട്ടെ എന്ന് പറയാ. പോയി അവരുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് പറയാ, ജീവയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ എന്താ ഇങ്ങനെയൊക്കെ അയ്യപ്പസ്വാമി പറയുന്നെന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഒരു കാര്യമില്ലാതെ ഗിരിദേവൻ പറയത്തില്ലോ. പിന്നീട് നേരെ ലീല സതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. സതി വെച്ച്, എന്തിയെ ജീവ വന്നില്ലെന്ന് ചോദിക്കുക. ഇല്ല വന്നില്ല. അതെന്താ? അതെ, ജീവന് വിടാനായിട്ട് ആ ഉണ്ണിമോളുടെ മുത്തശ്ശി സമ്മതിച്ചില്ല. ഉണ്ണിമോളുടെ മുത്തശ്ശി അവിടെ വന്നിട്ടുണ്ടെന്ന് പറയാം. അതെന്ത് പറ്റി? ഞാൻ കള്ളത്തരം പറഞ്ഞില്ലേ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അത് പറഞ്ഞിട്ട് ആ മുത്തശ്ശി പറഞ്ഞു, ഞാൻ ജീവയുടെ അമ്മയാണ്, തെളിയിക്കണം പോലും. ഇതെന്ത് വർത്താനം നീ പറയണേ? അതിന് ജീവിക്ക് ഓർമ്മശക്തി ഇല്ലല്ലോ. അതെനിക്കറിയാം, പക്ഷെ എങ്കിൽ ജീവയ്ക്ക് എന്നെ ഓർമ്മയില്ല. പക്ഷെ അവര് പറയുന്ന തെളിയിക്കണോന്നാ പറയണേ. അതെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകാം, ഈ സുരയുടെ അടുത്ത് നീ ഇരിക്കുക, ഞാൻ പോയി അവർക്ക് തെളിവ് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സതി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ലീലയെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട സതി, നീ പോണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. നീ പോകാനോ? അതെ, അവരെന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ജീവയുടെ അച്ഛനെ കൊണ്ട് ചെല്ലാനായിട്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസമാവുന്നു. അത് ലീല, നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ ജീവയുടെ കാര്യത്തിൽ അവളുടെ അച്ഛനെയും കൂടെ വിളിക്കാനായിട്ട്? എന്തിനാ നീ അയാളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നേ? ജീവയുടെ അച്ഛനല്ലേ, ജീവനെ രക്ഷിക്കേണ്ട കടമ അയാൾക്കും ഇല്ലേ? അതുകൊണ്ട് നീ പോയി വിളിക്കാൻ പറയണം. എന്റെ ജീവന് വേണ്ടിയിട്ട്, സുരയ്ക്ക് വേണ്ടിയിട്ട്, സുരയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ആരുടെ കാല് വെള്ളം പിടിക്കാൻ പോവാം. എനിക്കൊരു കുഴപ്പമില്ല, ആരുടെ കാല് പിടിച്ചിട്ടാണ് ശരി, ഞാൻ ജീവൻ ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ലീല അങ്ങോട്ട് പോകുന്നേ. പിന്നീട് ലീല നേരെ ചെല്ലുന്നത് ജീവയുടെ അച്ഛൻ്റെ അരിയിലേക്കായിരുന്നു. അപ്പൊ അയാൾ പണിസൈറ്റിൽ ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ലീല ഇരുന്നേ. ലീലേനെ കണ്ട് എന്താന്ന് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കാര്യം ആവശ്യപ്പെടാൻ വന്ന. എന്നോട് കാര്യം ആവശ്യപ്പെടാനാ? നീ ആവശ്യപ്പെടാറില്ല, ആജ്ഞാപിക്കാറില്ല, ചെയ്യാറില്ലെന്ന് ചോദിക്കാം. അതൊന്നുമല്ല, നമ്മുടെ മോന് വേണ്ടിയിട്ടാന്ന് പറയാ. നമ്മുടെ മോനോ? അതെ. അല്ല നീ അങ്ങനെയൊന്നും അല്ല പറഞ്ഞേ. എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണല്ലോ പറഞ്ഞേ. ഇപ്പൊ എന്ത് പറ്റി? അതെ, തർക്കിച്ചിരിക്കാനുള്ള സമയമല്ല. നമ്മുടെ മോൻ ജീവൻ വന്നേ മാത്രമേ ഈ സുരേനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. സുരയും ഒരേ നിമിഷം അവന്റെ ശ്വാസം നിലച്ചോണ്ടിരിക്കുകയാണ്. സുരേനെ രക്ഷിക്കണം, ജീവ വരണമെന്നാ പറഞ്ഞു. ജീവ വരണമെന്നാ? അതെ, ആ ഗിരിദേവൻ അങ്ങനെ പറഞ്ഞ് ജീവ വന്ന് വിളിച്ചാൽ മാത്രം സുര കണ്ണു തുറക്കോളന്ന്. അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറയാം. അതിനെന്തിനാ ഞാൻ വരുന്നേ? അതെ, ആ ഉണ്ണിമോളുടെ മുത്തശ്ശി വന്നിട്ടുണ്ട്. ഉണ്ണിമോളുടെ മുത്തശ്ശിക്ക് വിശ്വാസം പോരാ, ഞാനും ജീവയുടെ അമ്മയാന്ന്. നിങ്ങളും കൂടെ വന്നാലാ ജീവനെ വിട്ടുതരുള്ളൂ എന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. നീ വിളിച്ച ജീവ എടുത്തില്ലേന്ന് ചോദിക്കാം.
അതിന് അവന് ഓർമ്മശക്തിയില്ല. അവന് ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് അവൻ വരത്തില്ല എന്ന് പറയാം. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായിപ്പോയി. അതെ, നീ ഒറ്റ എടുത്ത് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. നീയല്ലേ അവനെ മണിമാലയിലേക്ക് തള്ളിവിട്ടേന്ന് ചോദിക്കുക. ഞാനോ? ഞാൻ എന്തെറ്റെന്നാ പറഞ്ഞേ? നീ ഒറ്റ എടുത്ത് കാണാമെന്ന് പറഞ്ഞ് പിന്നീട് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലീല പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. നമ്മുടെ മോന്റെ ജീവൻ മാത്രമല്ല, ആ സുരയുടെ ജീവനും കൂടെ ആപത്തിലായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളുടെ കാല് പിടിക്കാനാണെങ്കിലും ഞാൻ വന്നേ. ഇത് കേട്ടൻ പറഞ്ഞു, പിന്നെ ഇപ്പൊ കാല് പിടിക്കാൻ വന്ന പോലും ഞാൻ ആ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നീ എന്നെ ആട്ടി ഇറക്കുമല്ലേ ചെയ്തേ. എന്നിട്ടോ ഇപ്പോഴെന്തിനാ പിന്നെ ഈ പേരും പറഞ്ഞോണ്ട് വരുന്നതെന്ന് ചോദിക്കുക. ഓ, അപ്പം നമ്മുടെ മോന് നിങ്ങൾ കാര്യമല്ലേന്ന് ചോദിക്കുക. ഈ സമയം അയാൾ പറഞ്ഞു, ദേ നീ കൂടുതൽ പറയൊന്നും വേണ്ട, നീ ഒറ്റ എടുത്ത് എല്ലാത്തിനും കാരണം എന്ന് പറയണം. അപ്പോഴാണ് ഗിരിദേവനും ഭാവനും കൂടെ എങ്ങോട്ട് വരുന്നത്. ഗിരിദേവനും ഭാവനും വന്നു കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, അല്ല ജീവയുടെ അച്ഛ, അത് തർപ്പിച്ച് പറയാൻ പറ്റുമോ? നീ അമ്മ കാരണമാണ് ജീവ അങ്ങോട്ട് മണിമാളയിലേക്ക് പോകാൻ, നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതെ, ജീവയുടെ അച്ഛനെ അമ്മേനെ കാണാൻ വേണ്ടി മാത്രം വന്നേ. അതെ, രണ്ടുപേരും കുറ്റക്കാരാന്ന് പറയാ. ഓ, അപ്പൊ നീ ഇനിയിപ്പോ ഇവൾക്ക് വക്കാലത്ത് പിടിച്ച് വന്നിരിക്കുന്നതായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. നീ ഇവളുടെ ആളാണല്ലോ, അതുകൊണ്ടല്ല, ഞാൻ ആർക്കും വക്കാലത്ത് പിടിക്കാൻ വന്നതല്ല. പിന്നെ ഈ അമ്മയുടെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ലേ ഈ അമ്മയെ, കാരണം ഞങ്ങളെ ചതിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ അമ്മയാണ്. അതുകൊണ്ട് ഈ അമ്മ പറയുന്ന വാക്കുകളൊന്നും വിശ്വസിക്കില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ജീവയോടൊപ്പം നിൽക്കുള്ളൂ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ രണ്ടുപേരും കുറ്റക്കാരല്ലെന്ന് അച്ഛന് പറയാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. മണിമാളയിലേക്ക് എപ്പോഴും നിന്നെ കൊണ്ട് പിടിച്ചിടുന്നു പറഞ്ഞുകൊണ്ടിരുന്ന ആരാ എന്ന് ചോദിക്കുവാണ്. ഈ സമയം പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരുവാണ് ജീവയുടെ അച്ഛൻ്റെ. കാരണം വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലീലയോട് പറഞ്ഞു, ഒരു രുചിയില്ല ഇതിനൊന്നും, എന്തേലും ചുമ്മാ ഉണ്ടാക്കിയും കൂടെ മുന്നിലേക്ക് കൊണ്ടേ തന്നേക്കും. എന്നിട്ടൊന്നും പറഞ്ഞില്ല, പാത്രത്തിന് ഒറ്റ തട്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജീവ അവിടെ പഠിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജീവിക്കും വല്ലാത്ത വിഷമമായി. അപ്പൊ ലീല പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന്. നിങ്ങളുടെ പെങ്ങന്മാരുടെ ഉപദേശം കേട്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ എന്നെ ഭരിക്കാനായിട്ട്. എനിക്കറിയാം എന്തൊക്കെയാ കള്ളത്തരങ്ങൾ അവർ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ടതും അയാൾ പറഞ്ഞു, എന്ത് കള്ളത്തരം പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്ന്? ഞാൻ ആളുടെ കള്ളത്തരം കേട്ടൊന്നും അല്ല വന്നേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ലീന ചീത്ത പറയാം. അതെ, അതെനിക്കറിയാലോ. നിങ്ങൾ അവൾമാരുടെ നേർക്ക് ഒന്നും പറയത്തില്ല, എന്റെ നേർക്ക് ചാടിക്കുറയ്ക്കാണ് നിങ്ങൾക്ക് ഭയങ്കര ഇതല്ലേ. നിങ്ങൾ എന്നോട് എന്ത് വേണം പറയും, പക്ഷെ നിങ്ങളുടെ പെങ്ങന്മാരുടെ നേർക്ക് നേരെ നിങ്ങൾ സംസാരിക്കുമെന്ന് ചോദിക്കുക. അതെ, അനാവശ്യമായിട്ടുള്ള കാര്യം പറഞ്ഞാണ്ടല്ലോ നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞെങ്കിൽ ചാടി എഴുന്നേക്കുക. നീ എന്താടി പറഞ്ഞേ? എനിക്ക് കൂടുതൽ നിന്നോട് പറയാനില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്, നിങ്ങളോട് പറയാനില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞു, അതെ ഉത്തരം പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി, ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങ് കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് ജീവ പറഞ്ഞു, അച്ഛാ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, പൂജാപ്പിച്ച് വന്നിട്ട് അച്ഛനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടാന്ന് പറയാം. ഇത് കേട്ടോ അയാൾക്ക് സഹിച്ചില്ല. അയാൾ പെട്ടെന്ന് ജീവയുടെ അരിയിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താടാ നീ പറഞ്ഞേ? ചെറിയവായി വലിയ വർത്താനം പറയുന്നോ? നിന്നോട് ആരുടെ ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ? അതെ, നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൂടുതൽ അഴിച്ചിടുന്നതിനെ മണിമാളയിലുള്ളവർക്ക് ഞാൻ തിന്നാനിട്ട് കൊടുക്കൂന്ന് പറയാം. ഇത് കേട്ടതും ജീവ ഒന്നും മിണ്ടിയില്ല. ജീവയ്ക്ക് വല്ലാത്ത വിഷമായിപ്പോയി. അല്ല, നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം കണക്കിന് എത്ര മാർക്കാണ് കിട്ടിയത്? 32. എത്രയില്? 50. ബാക്കി 18 മാർക്ക് എവിടെ പോയടാന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാൻ വെറുതെ നിന്നെയൊക്കെ ഞാൻ തീറ്റി പോറ്റുന്നേ. നിനക്ക് യൂണിഫോം, ചെരുപ്പ്, കൊട പറയുമ്പോൾ ഓരോ സാധനം മേടിച്ചു വന്നിട്ട് അവന് പഠിക്കാനായിട്ട് അവന് സമയമില്ല. അവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? കണ്ടോ, നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നിന്നെ മണിമാളയിലുള്ളവർക്ക് ഞാൻ തിന്നാനിട്ട് കൊടുക്കുമെന്ന് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. ഈ സമയം ജീവയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ജീവ അമ്മയെന്ന് വിളിച്ചോണ്ട് ലീലയുടെ അടുത്തേക്ക് പോവാം. പക്ഷെ ലീല മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് കാണിക്കുന്ന ജീവ തന്റെ വിഷമങ്ങളൊക്കെ വന്ന് സുരയോട് പറയാണ്. ഇതെല്ലാം കേട്ട് സുര പറഞ്ഞു, പോട്ടടാ, അച്ഛനല്ല പറഞ്ഞേ, അച്ഛൻ അങ്ങനെയൊന്നും വിചാരിച്ചോണ്ടല്ല പറയണേ, അത് വെറുതെ പറഞ്ഞല്ലേ, അതുകൊണ്ടല്ലേ നിന്റെ അമ്മ പോലും ഒന്നും പറയായിരുന്നേ. അല്ലടാ, എനിക്കറിയാടാ സുരേ, ശരിക്കും അച്ഛനെന്നെ ഇഷ്ടമില്ല. ഇപ്പോഴും നല്ല എപ്പോഴും അച്ഛൻ എന്നോട് പറയും, ഞാൻ ഓണത്തിന് യൂണിഫോം മേടിച്ചായിരുന്നു, അല്ല ഓണത്തിന് പുതിയ ഡ്രസ്സ് എടുത്തായിരുന്ന കാര്യം പറഞ്ഞപ്പം ഇത് തന്നെ അച്ഛൻ പറഞ്ഞ മണിമാളയിലുള്ളവർക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നീട് എക്സ്കർഷന് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴും ഇത് തന്നെ പറഞ്ഞേ, എന്നെ ആർക്കും ഇഷ്ടമില്ലടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുര ആശ്വസിപ്പിക്കുന്നുണ്ട്, പോട്ടേടാ ജീവേ, അങ്ങനെയൊന്നും ഓർത്ത് പറയുന്നല്ല, നിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാന്ന് പറയണം. അപ്പം സുരയുടെ പറച്ചിലൊക്കെ കേട്ടിട്ട് ജീവിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വന്നു. ജീവ ഒന്നും മിണ്ടാതെ കൂടെ എഴുന്നേറ്റ് പോവാണ്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, ഇപ്പോൾ ഓർമ്മ വരുന്നില്ല ആരാ കാരണക്കാരെന്ന്? നിങ്ങൾ രണ്ടുപേരും തന്നെ കാരണക്കാരൻ. നിങ്ങൾ ഇടയ്ക്ക് എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ അവനെ മണിമാളയിലുള്ളവർക്ക് പിടിച്ചിട്ട് കൊടുക്കുന്നു, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയാം, നിങ്ങൾ ഉത്തരവാദിയാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ജീവയുടെ അച്ഛനും അമ്മയും നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.